ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 വീക്കൊക്കെ ആയിട്ടുണ്ട്. മൈൻഡ് ഒന്നും ഓക്കെ ആയിരുന്നില്ല കേട്ടോ. അതായിരുന്നു വീഡിയോ ചെയ്യാൻ ഇത്രയും ലാഗ് അടിച്ചത്. ഇൻഷാ അല്ലാ വീഡിയോ ഇനി ഇടാൻ ശ്രമിക്കാം. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഡെയിലി റുട്ടീനാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഔട്ടിങ്ങും ഉണ്ട്, കുഞ്ഞ് ഷോപ്പിങ്ങും, അതുപോലെ തന്നെ നമ്മളെ ഒരു ഈവനിങ്ങിലെ ഒരു പ്രിപ്പറേഷൻസ് മാത്രമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇന്ന് കടലക്കറിയും അതേപോലെ ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. കടലും അരിയൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയപ്പോഴേക്കും, അതായത് ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കടലക്കറി പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒന്നാണല്ലോ അല്ലേ. ഈ ടൈപ്പ് കുക്കർ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഇത് ഇവിടെ മറ്റേ ടൈപ്പ് ഉണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷേ അതിലെന്തോ വിസിലിന് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യൽ. ഇത് എന്താ പറയുക, ചില്ലറക്കാരനൊന്നുമല്ല, പണി കിട്ടാനും ചാൻസ് ഉള്ള ഈ ഒരു കുക്കറാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഓപ്പൺ ആവുന്നില്ല, പിന്നെ അത് അയച്ച് പൊട്ടിച്ച് അതിന് ശേഷമാണ് ഇത് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഒരു കുക്കറിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവലുണ്ട്. അങ്ങനെ നമ്മൾ കടലക്കറിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പരിപാടി, നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദോശയാണ്. നമുക്ക് ഇടയ്ക്ക് ആവശ്യമുള്ളൂ ദോശ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ പൊടി ഇട്ടിട്ട് ഒന്നും നന്നാകുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം പൊടി കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ലാസ്റ്റ് ലഗേജ് കാര്യങ്ങളൊക്കെ കൂടി ലാസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതങ്ങോട്ട് മാറ്റി നിർത്തി. ലാസ്റ്റ് എല്ലാം വന്നപ്പോൾ ലഗേജ് കൂടുതൽ കൂടെ ആയതിന് ശേഷം പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു ദോശ നന്നാവാത്തൊരു വിഷയമാണ്. അതായത് ഇപ്പോൾ ഞാൻ അരി അരച്ചിട്ടാണ് പിന്നെയും ഓക്കെ ആയിട്ട് കിട്ടുന്നത്, എങ്കിൽ കൂടിയും ഭയങ്കര ഒട്ടലാണ് കേട്ടോ. നമ്മളെല്ലാം ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒട്ടലാണ്. ഇങ്ങനെ ആയിട്ട് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതും ഈ ഒരു ഐറ്റമാണല്ലോ. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങളായിട്ടാണ് ഇത് ചെയ്യുക. അരി വെള്ളത്തിലിടുന്ന കൂടെ തന്നെ നമ്മൾ ബിരിയാണി അരി ഉണ്ടോ, ഇത്തിരി ഒന്ന് ആടയും, പിന്നെ ഇത്തിരി പൊടി ആടയും, അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെയും വലിയ കുഴപ്പമില്ലാത്തൊരു ദോശ, നമുക്ക് ഒട്ടാത്ത ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് കഴിക്കാൻ തന്നെ തോന്നാറുണ്ടായിരുന്നില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. മസ്റ്റായിട്ടും മോളോട് പറഞ്ഞിട്ടുണ്ട്, അരിപ്പൊടി ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നുള്ളത്. ദോശ നന്നാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണം. ഇതാണ് അവസ്ഥ നമ്മളെ ദോശൻ്റെ കേട്ടോ. അപ്പോൾ നമ്മളെ കടലക്കറിയും ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. എനിക്ക് പോകുന്നൊരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. മക്കളൊന്നും എണീറ്റിട്ടില്ല, അവർ എണീറ്റിട്ടാണ് അവർക്കൊന്ന് കൊടുക്കാൻ. അത് മതി, മധുരം ഓവർ വേണ്ട. മധുരം ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്, കഴിച്ചോ. അപ്പോൾ വലിയ പാത്രം എടുത്താൽ നിനക്ക് സുഖമായിട്ട് തിന്നാലോ. അത് വലിയ പാത്രം ഉണ്ടല്ലോ എൻ്റെ തൊട്ടടുത്ത്. നാട്ടിലെ ദോശയാണോ ഇവിടുത്തെ ദോശയാണോ ഇഷ്ടമേ? ഇവിടുത്തെ ഈ ദോശയെ, ഇവിടുത്തെ ഈ ദോശ എനിക്ക് ഇഷ്ടമായത് എന്താ? എനിക്ക് ഏത് ദോശ ഇഷ്ടമില്ല, എനിക്കറിയാം. ഒരാൾ ദോശ അതിനനുസരിച്ചിട്ടേ വന്നിട്ടില്ല കഴിക്കാൻ. ആ ഡ്രസ്സിലൊന്നും കളിയല്ലേ ഏട്ടാ, കുറച്ചുകൂടെ അടുത്തിരുന്ന് കഴിക്ക്. ഈ ഒരു സ്വീറ്റ് ആർക്കെങ്കിലും അറിയോ? നമ്മളെ മലപ്പുറംകാർക്കൊക്കെ അറിയുമെന്നാണ് ഒന്നാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ, നാടീബലം. ഇതെൻ്റെ ഫ്രണ്ട് പോരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫുഡും രാത്രിക്കത്തെ ഫുഡും റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു മണി പ്ലാന്റ് കൊണ്ടുവന്നു കേട്ടോ. അത് ഒന്ന് സെറ്റ് ചെയ്യാൻ ഒരു ബോട്ടിൽ തപ്പി നടക്കണം. അപ്പോൾ ഒരു 5 റിയാൽ ഷോപ്പിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങാൻ കേട്ടോ.
അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഉണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട് പുറത്ത്. ചാടണ്ട, ഒച്ചുണ്ടാക്കണ്ട. സമയം 9 മണി കേട്ടോ. ഇതിവിടെ അടുത്തുള്ള ഒരു ഫയറിയാൽ ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലിപ്പ് ലാസ്റ്റ് ടൈമിന് എടുത്തതായിരുന്നു കേട്ടോ. കാരണം അങ്ങോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ ഫ്രണ്ടിലൂടെ അല്ല, അപ്പം അവിടെ നിന്നൊരു എൻട്രി ഉണ്ടായിരുന്നു ഷോപ്പിക്ക്. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഉള്ളിലോട്ട് കയറിയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ഒരു ലോകമായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാത്തിനൊന്നും 5 റിയാലൊന്നും അല്ല, ഏകദേശം 11 റിയാൽ. പിന്നെ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ടൊക്കെ ഈ ഒരു ഓരോ സാധനത്തിനുണ്ട്. എന്നാലും ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു കേട്ടോ എല്ലാം. ടൈപ്പ് ബോട്ടിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നോക്കുമ്പോൾ ഒത്തിരി ഓവറാണ്, പിന്നെ റേറ്റും കൂടുതലാണ്. അതിൻ്റെ ഒരു 5 റിയാലിൽ വരുമെന്നുള്ളത് നമ്മൾ നോക്കിട്ടോ. അങ്ങനെ അപ്പുറത്ത് നോക്കുമ്പോഴാണ് ആ ഒരു ടൈപ്പിൽ 5 റിയാലിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ അതങ്ങ് സെലക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട് എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഏതായാലും അതങ്ങ് സെലക്ട് ചെയ്തു. നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഫ്ലവർ വൈസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മറ്റേത് ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഒരു കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയിലുള്ള ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. ലാസ്റ്റ് ഒന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്ട് അതാണ് പിന്നെ വാങ്ങിച്ചത് കേട്ടോ. നല്ല നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ 5 റിയാലിലും.
11 റിയാലിലൊക്കെ ഉള്ള ഒരു ടൈപ്പുകളുണ്ട് ഇഷ്ടം പോലെ. ഇതൊരു വേറെ ടൈപ്പ് കേട്ടോ, ക്യാൻഡി ബോൾ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റമദാനൊക്കെ വരാൻ പോവല്ലേ, അതിൻ്റെ തീമിലൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പം അതൊന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് എടുത്തു. പിന്നെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ, അതൊരു ക്യൂട്ട് ഐറ്റംസും കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ വരുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യം എർബൻ്റെ നോക്കണമെന്ന്. അങ്ങനെ ആ ഒരു ഫെദിക്ക് സെക്ഷനിലേക്ക് എത്തിയപ്പോൾ ഒറ്റൊരു ഓട്ടമായിരുന്നു. അത് സെലക്ട് ചെയ്യുന്ന ഇതായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഐറ്റംസും പിന്നെ വേറൊരു ഐറ്റംസും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് നമ്മൾ കറിയൊക്കെ വയ്ക്കാൻ പറ്റുന്ന കയ്യിലുകളായിരുന്നു കേട്ടോ. 1-2 എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരു ടൈപ്പിലൊന്നും ഇവിടെ കിട്ടിയില്ല. പിന്നെ ഗോൾഡൻ കോട്ടിംഗ് ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. പക്ഷെ ഞാനിത് എടുത്തില്ല, അഥവാ കോട്ടിങ് പോവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഒരുപാട് സ്റ്റോറേജ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പല പല ടൈപ്പിലും വരുന്ന ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങൾ സെക്ഷൻ പിന്നെ പറയണ്ടല്ലോ, ഒരു ലോകം തന്നെ ആയിരുന്നു. അങ്ങനെ പോയി ഇതാ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ എൻ്റെ കണ്ണ് നടക്കിട്ടോ. അതെന്താ സംഭവം ഒന്നും ഒട്ടും മനസ്സിലായിട്ടില്ല. ഇക്ക പറഞ്ഞത് എന്താണെന്നുള്ളത്, പക്ഷെ എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ടൈപ്പ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് തന്നെ. ഏത് കൂട്ടുകാരിയാണ് എനിക്ക് ഏത് ചീർപ്പ് ഇഷ്ടം? എൽസയാണത്? എൽസ എവിടെയുള്ളതാ? എൻ്റെ ഫ്രണ്ട് ആണോ? എൽസ പിന്നെ ഇവിടെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നത് 23 റിയാലിൽ സ്റ്റാർട്ടിങ് ആണ്. കുഴപ്പമില്ലാത്ത നല്ല ക്ലോത്തൊക്കെ ആണ് കേട്ടുള്ളത്. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിക്ക് നമ്മൾ വല്ലാതെ കവർ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പല ടൈപ്പ് പലാസ, ടോപ്സ്, ഇന്നർ ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ.
അതാ ഞങ്ങളൊക്കെ കഴിഞ്ഞ് സമയം ഒത്തിരി ആയപ്പോൾ നമ്മൾ വല്ലാണ്ട് അവിടെ നിന്നിട്ടില്ല. ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഒരു ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെ ബില്ലടിക്കുന്ന സൗകര്യം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഫ്രണ്ട് കൂടെ അല്ല ബാക്കിൽ കൂടെ തന്നെ അങ്ങനെ ഇറങ്ങിപ്പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഏകദേശം നല്ല വിശക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ മോൾക്കും തന്നെ. അപ്പോൾ ഫ്രൈഡേയും കൂടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് റൂമിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിനി ഫുഡിൻ്റെ സ്പോട്ട് തന്നെ ഇങ്ങനെ പോവാണ് കേട്ടോ. ശ്യാം റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫുഡ്. പിന്നെ മോനുണ്ടായിരുന്നില്ല ഞങ്ങളെ കൂടെ. മോന് കാക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും തന്നെ പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ കൂടെ. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറ്, ബീഫ് ഫ്രൈ, പിന്നെ മോൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ ഒരുങ്ങാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി ഇവിടുത്തെ ഫുഡിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ ആളുകളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതും കൂടെ സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ മറ്റൊരു പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ബൈ.